പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ നോക്ക്, അങ്ങനെ ആ അനുഭവങ്ങൾ ഉണ്ടായ എത്രയോ ആളുകളുണ്ട്. അവരെന്താ ചെയ്യാന്നറിയോ? മാനസിക രോഗികളായി മാറുന്നു. നിങ്ങൾ നോക്ക്, വയനാടിൽ ഒരു മാസത്തിന് മുമ്പ് ഒരു ഉമ്മയെ കൊന്നില്ലേ ഒരു സഹോദരൻ? ആ ഉമ്മാക്കുണ്ടായിരുന്ന ഒരേ മോന, ബാപ്പ മരണപ്പെട്ടു പോയി. ആ പൊന്നു മോനെ സ്നേഹത്തോടെ ലാലിച്ച് ആ ഉമ്മ വളർത്തി. അവസാനമായിട്ട് ആ ഉമ്മയെ കൊന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോകത്ത് ഒരുപാട് കൊല നടന്നിട്ടുണ്ട്. എത്രയോ ആളുകൾ ഉമ്മയെ കൊന്നിട്ടുണ്ട്, എത്രയോ ആളുകൾ വാപ്പമാരെ കൊന്നിട്ടുണ്ട്. പക്ഷേ ലോക ചരിത്രത്തിൽ ഇതുപോലെയുള്ള ഒരു കൊല നടന്നിട്ടില്ല. കാരണം എന്താണെന്നറിയോ? അവൻ കൊല ചെയ്തിട്ട് കാരണം ചോദിക്കുമ്പോ പറഞ്ഞതെന്തെന്നറിയോ? എന്റെ ഉമ്മ എന്നെ ജനിപ്പിച്ചതിന് വേണ്ടിയിട്ടാ ഞാൻ കൊല്ലുക. എങ്ങനെ? ഉമ്മ ജനിപ്പിച്ചതിന് വേണ്ടിയിട്ടാ, ജന്മം തന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ കൊന്നത് എന്ന് പറയണമെങ്കിൽ അവനെ അത്ര മാനസിക രോഗിയാക്കിയത് എന്താണ് സഹോദരങ്ങളെ? അത്രയും മാനസിക രോഗിയാകാനുള്ള കാരണം മറ്റൊന്നുമല്ല, MDMA അല്ലേ? കഴിഞ്ഞ ആഴ്ച ഒരു ചെറുപ്പക്കാരൻ കഴുത്തറുത്തു, സ്വന്തം കഴുത്തറുത്തു കത്തികൊണ്ട്. എന്തേ കാരണം? MDMA അല്ലേ? അതിന് 2 ആഴ്ച മുമ്പ് അധ്യാപകന്റെ മുമ്പിൽ, സ്കൂൾ പഠിപ്പിക്കുന്ന അധ്യാപകന്റെ മുമ്പിൽ ഒരു വിദ്യാർത്ഥി വന്നിട്ട് അധ്യാപകന്റെ മുമ്പിൽ ചെയർ വലിച്ചിരുന്നിട്ട് കാലിന്റെ മേൽ കാൽ വെച്ചിട്ട് പറയാണ്, കൈ കാണിച്ചുകൊണ്ട് പറയുന്നു, നിന്നെ പിന്നെ ഞാൻ കാണും. അധ്യാപകനെ കൊല വിളിക്കാണ്. എന്തേ കാരണം? MDMA. എന്തിനു പറയണം? ഇന്നലെ 10 മണി 5 മണി മുതൽ കൊല നടന്നു. വെഞ്ഞാറമൂട്, കേരളത്തിലെ വെഞ്ഞാറമൂട് എന്ന സ്ഥലത്ത് എത്ര ആളുകളെ കൊന്നെന്നറിയോ? 6 ആളുകളിൽ 5 ആളുകൾ മരണപ്പെട്ടു. 5 ആളുകളെ കൊന്നു. 3 നേരത്താ കൊല്ലുന്നത്. ആരെ? ഒന്ന് തന്റെ ഉമ്മാമയെ, ബാപ്പാന്റെ ഉമ്മയെ. മറ്റൊന്ന് തന്റെ എളാപ്പാന്റെ ഭാര്യയെ. മറ്റൊന്ന് 13 വയസ്സുകാരനായ സ്വന്തം മനുജനെ. മറ്റൊന്ന് താൻ സ്നേഹിച്ചു നടന്ന പെണ്ണിനെ. മറ്റൊന്ന് സ്വന്തം ഉമ്മയെ. അർബുദ രോഗം പിടിച്ച്, ക്യാൻസർ രോഗി പിടിച്ചിട്ട് രോഗിയായി കിടക്കുന്ന ഉമ്മയെ. ആ ഉമ്മ സീരിയസ് ആണ് ഇപ്പോ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എങ്ങനെ സാധിക്കുന്നുണ്ട് ഇത്? കാരണം എന്തെന്നറിയോ പറഞ്ഞത്? കടമാണത്രേ, കടം. 70 ലക്ഷത്തോളം കടം. 23 വയസ്സുകാരനായ ചെറുപ്പക്കാരൻ 70 ലക്ഷം കടം എവിടെ നിന്നുണ്ടായി? അതും ഒരു ലഹരിയാ. കടം എന്ന് പറയുന്നത് ലഹരിയാണ്. മാതാപിതാക്കൾ കേൾക്കുമ്പോ, മക്കൾ കേൾക്കുമ്പോ വലിച്ചു കൊടുക്കുന്ന മാതാപിതാക്കൾ ഒന്ന് ചിന്തിക്ക്. നമ്മളോട് പല ആളുകളും കടം വാങ്ങുന്നു, തിരിച്ചു തരുന്നില്ല. അവരെ കുറിച്ച് നമ്മൾ ചിന്തിക്കുക. അവർക്ക് അങ്ങനെ കടം കൊടുക്കാൻ പോകണ്ടാരും. കടം കൊടുക്കൽ സുന്നത്താണ്. പക്ഷേ ഇത്തരത്തിലുള്ള പണികളിലേക്കാണ് അവൻ കടം കൊണ്ടുപോയി ചെലവഴിക്കുന്നതിൽ അവന് കടം കൊടുക്കാൻ പാടില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 70 ലക്ഷം കടമായി എന്ന് പറയുന്നുണ്ട്.